ആൺ പെൺ വ്യത്യാസമില്ലാതെ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് പോക്സോ നിയമം സംരക്ഷണം നൽകുന്നത്. 2012 ജൂണിൽ രാജ്യത്ത് നിലവിൽ വന്ന നിയമം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ട സംരക്ഷണം ഉറപ്പു നൽകുന്നു. നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ നിത്യേന എന്നോണം പുറത്തു വരാറുണ്ടെങ്കിലും പ്രതിസ്ഥാനത്ത് മിക്കപ്പോഴും പുരുഷന്മാരാണുള്ളത്. അതിന് വിപരീതമായ ഒരു വാർത്തയാണ് ആലപ്പുഴ വള്ളികുന്നത്ത് നിന്നുള്ളത്. 16-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 19-കാരിയെ ആലപ്പുഴ വള്ളികുന്നം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ചവറ സ്വദേശിയായ യുവതിയാണ് അറസ്റ്റിലായത്. ഇലിപ്പക്കുളത്ത് കുടുംബത്തിനൊപ്പം വാടകയ്ക്ക് താമസിക്കുന്ന 16-കാരനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. ആൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. പലയിടങ്ങളിലും ഒളിവിൽ താമസിപ്പിച്ച് യുവതി പീഡിപ്പിച്ചെന്ന് ആൺകുട്ടി പോലീസിന് മൊഴി നൽകി. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ റിമാൻഡ് ചെയ്തു. ഭരണിക്കാവ് ഇലപ്പിക്കുളത്ത് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന 16 വയസ്സുകാരനെ ഡിസംബർ 1-നാണ് യുവതി വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചതായി രക്ഷിതാക്കൾ പരാതി നൽകിയത്. മറ്റൊരാളുമായി പ്രണയത്തിലായ യുവതിയെ വീട്ടുകാർ പ്രണയവിവരം അറിഞ്ഞപ്പോൾ പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയായിരുന്നു. കുട്ടിയെ മൈസൂർ, പാലക്കാട്, പഴനി, മലപ്പുറം എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതായി ഇവർ മൊഴി നൽകിയെന്ന് വള്ളികുന്നം പോലീസ് ഇൻസ്പെക്ടർ ബിനുകുമാർ പറഞ്ഞു. പതിനാറുകാരന്റെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് വ്യാഴാഴ്ച രാവിലെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നാണ് യുവതിയെയും ആൺകുട്ടിയെയും പിടികൂടിയത്. ചവറ സ്വദേശിനിയാണ് അറസ്റ്റിലായ 19-കാരി. 16-കാരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് വള്ളികുന്നം പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ. എറണാകുളം ആലുവയിൽ പീഡന പരാതിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രകാശിനെയാണ് ആലുവ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ ഉടമയുടെ മകളോട് മോശമായി പെരുമാറിയെന്നാണ് പരാതി. 27-കാരിയാണ് പരാതി നൽകിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രകാശ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ ഉടമയുടെ മകളോട് മോശമായി പെരുമാറിയെന്ന പരാതിയിലാണ് അറസ്റ്റ്. 27 വയസ്സുള്ള യുവതിയാണ് പരാതി നൽകിയത്. യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്നും സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നും പരാതിയിൽ പറയുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 75, 77 വകുപ്പുകൾ പ്രകാരമാണ് ജയപ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജയപ്രകാശ് കുറെ കാലമായി ഈ വീട്ടിലാണ് താമസം. ആലുവ ഈസ്റ്റ് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കും. ജയപ്രകാശിനെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 കൊച്ചി. എറണാകുളം കാലടിയിൽ പട്ടാപ്പകൽ വൻ കവർച്ച. സ്കൂട്ടറിൽ പോവുകയായിരുന്നയാളെ കുത്തിവീഴ്ത്തി 20 ലക്ഷം രൂപ തട്ടിയെടുത്തു. പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിലെ മാനേജർ തങ്കച്ചനെയാണ് ആക്രമിച്ചത്. ഇയാളുടെ നില ഗുരുതരമാണ്. ബൈക്കിൽ വന്ന 2-അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. വൈകിട്ട് 5:30-യോടെയാണ് സംഭവം നടന്നത്. VKD വെജിറ്റബിൾസിലെ മാനേജർ തങ്കച്ചൻ കളക്ഷനുമായി ഉടമയുടെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്നു. സംഭവം നടന്നതിന് തൊട്ടടുത്ത് ചെങ്ങലിൽ തന്നെയാണ് ഉടമയുടെ വീട്. അവിടെ എത്താറായപ്പോൾ ബൈക്കിലെത്തിയ 2 പേർ തങ്കച്ചന്റെ വാഹനത്തിന് മുന്നിലെത്തി കയ്യിലുണ്ടായിരുന്ന സ്പ്രേ മുഖത്തേക്കടിച്ചു. തുടർന്ന് കത്തിയെടുത്ത് ഇയാളുടെ വയറ്റിൽ കുത്തി. 3 തവണ കുത്തേറ്റ് തങ്കച്ചൻ താഴെ വീണതിനെ തുടർന്ന്
സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന പണമെടുത്ത് അക്രമികൾ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. രക്തം വാർന്ന നിലയിൽ തങ്കച്ചൻ റോഡിൽ കിടക്കുന്നത് കണ്ടവരാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. തങ്കച്ചന്റെ നില ഗുരുതരമാണ്. വിഷമമുള്ളൊരു കേസാണ് ഇതൊക്കെ. ഒരു നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നാട് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ പട്ടാപ്പകലൊക്കെ നടു റോഡിൽ വെച്ച് കത്തിക്ക് കുത്തി പൈസയൊക്കെ അപകരിച്ച് കൊണ്ടാന്ന് പറഞ്ഞാൽ നാടിന്റെ ഒരു പോക്ക് എന്താണെന്നും നമുക്കൊന്നും അറിയില്ല. അവിടെ പോയി നിൽക്കുമെന്നും അറിയില്ല. പ്രദേശവാസികളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. 2 അംഗ സംഘമാണ് തങ്കച്ചനെ ആക്രമിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. 20 ലക്ഷത്തോളം രൂപയാണ് സംഘം കവർന്നത്. സ്ഥലത്തെത്തിയ പോലീസ് CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. പ്രതികൾ രക്ഷപ്പെട്ടിരിക്കാനുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. പോലീസുകാരുടെ ക്രിമിനൽ ബന്ധം സേനയ്ക്കാകെ നാണക്കേടാണ്. ഏറ്റവും ഒടുവിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഇത്തരമൊരു സംഭവം പുറത്തുവരുന്നത്. മണൽ മാഫിയയുമായി ബന്ധമുള്ള 7 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ. ബേക്കൽ മേൽപ്പറമ്പ സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെയാണ് DYSP റിപ്പോർട്ട് നൽകിയത്. മണൽക്കടത്ത് സംഘത്തിന്റെ ഫോൺ പിടികൂടിയപ്പോഴാണ് പോലീസുകാരുമായുള്ള ബന്ധം പുറത്തായത്. ബേക്കൽ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷനുകളിലാണ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവം. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി വിവരങ്ങൾ മണൽക്കടത്ത് സംഘത്തലവന് ചോർത്തി നൽകിയെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ 7 പോലീസുകാർക്കെതിരെ ബേക്കൽ DYSP VV മനോജ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അച്ചടക്ക നടപടിക്ക് ശുപാർശ. 2 ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കാണ് മണൽ മാഫിയുമായി ബന്ധമുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചതെന്നാണ് വിവരം. പോലീസ് സ്റ്റേഷനിലെ ഓരോ ദിവസത്തെയും ഡ്യൂട്ടി വിവരങ്ങളും നീക്കങ്ങളും മണൽ മാഫിയക്ക് ചോർത്തി നൽകിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഡ്യൂട്ടിയിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന ഔദ്യോഗിക വിവരങ്ങളാണ് ഇവർ ചോർത്തി നൽകിയത്. ചട്ടഞ്ചാൽ ബണ്ടിച്ചാൽ പ്രദേശത്തെ മണൽക്കടത്ത് സംഘത്തിനാണ് വിവരങ്ങൾ കൈമാറിയത്. ചന്ദ്രഗിരി പുഴയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും തീരദേശ മേഖലകളിൽ നിന്നും രാത്രി തുടങ്ങി പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ മണലെടുപ്പും കടത്തും നടത്തുന്ന സംഘമാണിവർ. ബേക്കൽ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ലോറിയിൽ ഇവരുടെ മണൽക്കടത്ത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടും ഇവരുടെ ലോറി പിടികൂടാൻ സാധിക്കാറില്ല. ഇതോടെയാണ് പോലീസിൽ തന്നെ ഒറ്റുകാറുണ്ടെന്ന സംശയം ബലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പെട്രോളിങ്ങിനിടെ മണൽക്കടത്ത് സംഘത്തലവൻ പോലീസിന് മുന്നിൽ പെടുകയും ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതോടെയാണ് നിർണായകമായ വിവരം പോലീസിന് ലഭിച്ചത്. മണൽക്കടത്ത് സംഘങ്ങൾക്ക് അയച്ച സന്ദേശങ്ങൾ ഫോണിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചതും പ്രധാന തെളിവായി. നേരത്തെ കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്തും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ആലുവ സ്വദേശിയായ ആദിഖ് ഹനാനെ എറണാകുളം സൈബർ ക്രൈം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചുവെന്നാണ് കേസ്. ആലുവയിൽ നിന്ന് പിടിയിലായ പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇൻസ്റ്റഗ്രാമിൽ തനിക്ക് സ്വകാര്യമായി സന്ദേശം അയച്ചാൽ മാർക്കോ സിനിമയുടെ ലിങ്ക് അയച്ചു തരാമെന്നായിരുന്നു യുവാവിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. തുടർന്ന് സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതിനുശേഷം പോലീസ് യുവാവിന്റെ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ടെലഗ്രാം വഴി പ്രചരിച്ച സിനിമയുടെ വ്യാജ പതിപ്പിന്റെ ലിങ്ക് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരം.
കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ വ്യാജപ്പതിപ്പ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുവെന്ന പരാതി നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പോലീസിൽ നൽകിയത്. കൊച്ചി ഇൻഫോ പാർക്കിലെ സൈബർ സെല്ലിലാണ് പരാതി നൽകിയത്. സിനിമയുടെ വ്യാജപ്പതിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇത് സിനിമയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. മാർക്കോയുടെ വ്യാജപ്പതിപ്പ് പ്രചരിപ്പിച്ച അക്കൗണ്ടുകളുടെ വിവരങ്ങളും നിർമ്മാതാക്കൾ പോലീസിന് കൈമാറിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും റേഡിയോ ജോക്കിയുമായ സിമ്രാൻ സിംഗിന്റെ മരണം ആരാധകരെ ഞെട്ടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് യുവതിയെ ഗുരുഗ്രാമിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 26-കാരിയായ സിമ്രാൻ ആത്മഹത്യ ചെയ്തതാണെന്നാണ് ഹരിയാന പോലീസിന്റെ നിഗമനം. മരണകാരണം സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. ഗുരുഗ്രാമിലെ അപ്പാർട്ട്മെന്റിലാണ് RJ സിമ്രാൻ സിംഗിനെ മരിച്ച നിലയിൽ കണ്ടത്. ഒപ്പം താമസിച്ച സുഹൃത്താണ് ഇക്കാര്യം പോലീസിനെ വിളിച്ചറിയിച്ചത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും യുവതി മരിച്ചിരുന്നു. സ്ഥലത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പോ മറ്റോ ലഭിച്ചിട്ടില്ല. സിമ്രാൻ കുറച്ചു ദിവസമായി അസ്വസ്ഥയായി കാണപ്പെട്ടിരുന്നെന്നും അത് കാരണം ആത്മഹത്യ ചെയ്തതാകാമെന്നും കുടുംബം പറയുന്നു. എന്നാൽ ഇവർക്കും ഇതിന്റെ കാരണം കൃത്യമായി അറിയില്ല. സിമ്രാന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുയരുന്നുണ്ട്. ജമ്മുകശ്മീരിൽ നിന്നുള്ള ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും RJയുമായ ഈ 26-കാരിക്ക് സമൂഹമാധ്യമങ്ങളിൽ ഏറെ ആരാധകരുണ്ട്. ജമ്മുവിന്റെ ഹൃദയസ്പന്ദനം എന്ന പേരിലാണ് യുവതി ആരാധകർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ സിമ്രാന്റെ അവസാന പോസ്റ്റ് ഡിസംബർ 13-നായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഇവർക്ക് 7 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. യുവതിയുടെ മരണം ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. സംഭവത്തിൽ ഹരിയാന പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തൃശൂർ ചെറുതുരുത്തിയിൽ യുവാവിനെ കമ്പിവെടി കൊണ്ട് അടിച്ചുകൊന്ന് പുഴയിൽ തള്ളിയ വാർത്ത പോലീസ് പട്രോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മലപ്പുറം വഴിക്കടവ് സ്വദേശി 39-കാരനായ സൈൻ ലാബിദ് കൊല്ലപ്പെട്ടത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നാണെന്നായിരുന്നു ആദ്യ വിവരം. എന്നാൽ ലഹരിമരുന്ന് സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് യുവാവിനെ മർദ്ദിച്ചു കൊന്നതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. സംഭവത്തിൽ 6 പേരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാരതപ്പുഴയിൽ പുതുശ്ശേരി ശ്മശാനം കടവിനോട് ചേർന്നാണ് ചൊവ്വാഴ്ച രാവിലെ സൈനുൽ ആബിദിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇയാൾ മരിച്ചത് മർദ്ദനമേറ്റാണെന്ന് വ്യക്തമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 6 പേരെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുതുരുത്തി സ്വദേശികളായ ഷജീർ, സഹോദരൻ റജീബ്, സുബൈർ, അഷ്റഫ്, അബ്ദുൾ ഷഹീർ, പുതുശ്ശേരി സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ലഹരിമരുന്ന് സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് സൈനുൽ ആബിദിനെ മർദ്ദിച്ചു കൊന്ന് ഭാരതപ്പുഴയിൽ തള്ളിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ലഹരിമരുന്ന് കേസുകൾ അടക്കം നിരവധി കേസുകളിൽ പ്രതികളാണ് ഇവർ. ചിലരെ കാപ്പ നിയമപ്രകാരം നാടുകടത്തിയിട്ടുമുണ്ട്. പ്രതികളിൽ ചിലർ ജയിലിൽ നിന്ന് അടുത്തിടെ ഇറങ്ങിയവരാണ്. കൊല്ലപ്പെട്ട സൈനുൽ ആബിദും നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇടുക്കിയിൽ വിനോദസഞ്ചാരികളെ ഹോം സ്റ്റേ നടത്തിപ്പുകാർ മർദ്ദിച്ചതായി പരാതി. രാമക്കൽമേളിലെത്തിയ കളമശ്ശേരി സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത്. അതേസമയം സഞ്ചാരികളാണ് ആക്രമണം നടത്തിയതെന്നും
ഇവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്നും ഹോം സ്റ്റേ ഉടമകൾ ആരോപിച്ചു. ക്രിസ്മസ് ദിനത്തിൽ രാത്രിയിലാണ് സംഭവം. കളമശ്ശേരിയിൽ നിന്നുള്ള 60-അംഗ സംഘം രാമക്കൽമേട് മൗണ്ടൻ മിസ്റ്റ് ഹോം സ്റ്റേയിൽ മുറികൾ എടുത്തിരുന്നു. രാത്രി വൈദ്യുതി ബന്ധം നിലച്ചതോടെ പ്രശ്നം പരിഹരിക്കാനെത്തിയ നടത്തിപ്പുകാർ സഞ്ചാരികളുമായി തർക്കമുണ്ടായി. തുടർന്ന് ഒരു സംഘം ആളുകളെത്തി ആക്രമിച്ചെന്നാണ് സഞ്ചാരികളുടെ ആരോപണം. സഞ്ചാരികളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ അബ്ദുൾ ഷുക്കൂർ, സീനത്ത്, ഷിഹാബ്, ഷിഫ, സെയ്ഫുന്നീസ എന്നിവർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അബ്ദുൾ ഷുക്കൂറിന് തലയ്ക്ക് പരുക്കുണ്ട്. സംഭവത്തിന് ശേഷം നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും മുറിവാടകയ്ക്ക് പുറമെ നഷ്ടപരിഹാരവും വാങ്ങിയാണ് മടക്കി അയച്ചതെന്നാണ് സഞ്ചാരികളുടെ ആരോപണം. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് ഹോം സ്റ്റേ നടത്തിപ്പുകാർ പറയുന്നത്. വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതോടെ ഇത് പരിഹരിക്കാനെത്തിയ നടത്തിപ്പുകാരനെ സഞ്ചാരികൾ മർദ്ദിക്കുകയും തടഞ്ഞുവെക്കുകയുമായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ റിസോർട്ട് ഉടമയുടെ അമ്മ ക്യാൻസർ രോഗിയായ ശോഭനയെ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരെത്തിയാണ് രക്ഷിച്ചതെന്നും ഇവർ പറയുന്നു. രാത്രി ആയപ്പോഴത്തേനും ഫാൻ കറങ്ങുന്നില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് വന്ന് വാതിലെ മുട്ടി. അവിടുന്ന് കുട്ടികൾ പിള്ളേരെ പറഞ്ഞു വിട്ടു. ചേട്ടൻ എക്സ് സർവീസ്മാൻ, അതിൻ്റെ ഭർത്താവ്. ഞാനാണ് കീമോ ഒക്കെ ചെയ്ത് ക്യാൻസർ രോഗിയാണ്, വയ്യാതെ കിടക്കുകയായിരുന്നു. അപ്പോഴത്തേനും വന്ന് രാത്രി വിളിച്ച് പറഞ്ഞപ്പോൾ ഇവർ വന്നെല്ലാം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെ ഉപദ്രവിക്കുകയും അവർ ഇതൊക്കെ കാശ് മേടിച്ചുകൊണ്ട് നീയൊക്കെ ഇത് ശരിയാക്കാതെ എന്ത് കാണിച്ചിട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിക്കുകയും അടിക്കുകയും എല്ലാം ചെയ്ത് ഞങ്ങളെല്ലാം കാർച്ച കെട്ടുകൊണ്ട് ഓടിച്ചെന്ന് ഞാനും എൻ്റെ മരുമക്കളും അവരെ അസൗമ്യം പറയുകയും കഴിയാതിരുന്ന് എന്നെ ചവിട്ടുകയും തൊഴിക്കുകയും എല്ലാം ചെയ്തു. എൻ്റെ തലയൊക്കെ കണ്ടു പിടിച്ച് ചവിട്ടുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. സ്ഥാപനത്തിലെ ഫർണിച്ചറുകളും ജനാലകളും സഞ്ചാരികൾ അടിച്ചുപൊട്ടിച്ചു. ഇവർ മദ്യലഹരിയിലായിരുന്നെന്നും ഹോം സ്റ്റേ ഉടമകൾ ആരോപിച്ചു. ഹോം സ്റ്റേ നടത്തിപ്പുകാർ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സഞ്ചാരികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ശരിക്കും അന്യസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾക്ക് അവർക്ക് പരമാവധി സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും എല്ലാം കടമ. അത് ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാറുണ്ട്. എങ്കിൽ മദ്യവെച്ചിട്ട് എത്തുന്ന അവരുടെ ഒരു ആഘോഷത്തിന് വേണ്ടി എത്തുന്ന ആളുകൾ ഈ ഇവിടുത്തെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും അതിൻ്റെ കഷ്ടപ്പാടുകളൊന്നും മനസ്സിലാക്കാതെ യാതൊരുവിധ പ്രകോപനങ്ങളും ഇല്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന രീതി ഈ അടുത്തിടയ്ക്ക് ഇച്ചിരി കൂടി വന്നിട്ടുണ്ട്. സംഭവത്തിൽ സഞ്ചാരികൾ കളമശ്ശേരി പോലീസിലും ഹോം സ്റ്റേ ഉടമകൾ നെടുങ്കണ്ടം പോലീസിലും പരാതി നൽകി. ന്യൂസ് 18 ഇടുക്കി. ജർമ്മനിയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. എറണാകുളം വൈറ്റിലിൽ പ്രവർത്തിക്കുന്ന 7 സ്പൈസ് ആൻഡ് റൈസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കേസെടുത്ത് നാളുകൾ കഴിഞ്ഞിട്ടും സ്ഥാപന ഉടമകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ജർമ്മനിയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി. അതിന് താൽപ്പര്യമില്ലാത്തവർക്ക് ജർമ്മനിയിലെ തന്നെ സമ്പന്ന മലയാളി കുടുംബത്തിൽ കെയർടേക്കറിനുള്ള അവസരം. ഉയർന്ന ശമ്പളമാണ് വാഗ്ദാനം ചെയ്യുന്നത്. വിസയ്ക്കായി 7.5 ലക്ഷത്തിലധികം രൂപ നൽകണം. പലരും ഈ മോഹന വാഗ്ദാനത്തിൽ കുരുങ്ങി പല വഴിക്ക് പണം സംഘടിപ്പിച്ചു. അമ്മയുടെ സ്വർണ്ണവും വീടിൻ്റെ ആധാരം പണം വെച്ചാണ് ഞാൻ പൈസ ഉണ്ടാക്കിയത്. ഏകദേശം 7.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ മെഡിക്കൽ എക്സ്പെൻസ് അത് ഇതൊന്ന് ട്രാവൽ ചാർജൊക്കെ ആയിട്ട് വേറെ എക്സ്ട്രയും കൊടുത്തിട്ടുണ്ട്. ഞാൻ ചാലക്കുടിയിലാണ് ദീപ്തി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് പൈസ കൊടുത്തത്. അവൻ മുഖേനയാണ് ഇവനെ കണക്ട് ചെയ്ത് നമുക്ക് ഷാനെ കണക്ട് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. നമ്മുടെ ഇൻ്റർവ്യൂ എടുത്തു, ഓഫർ ലെറ്റർ അയച്ചു തന്നു. അത് കഴിഞ്ഞിട്ടും ഒന്നും നടപടിയാവേണ്ടതെന്നപ്പോഴാണ് നമ്മൾ വീണ്ടും ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്നത്. കൊല്ലം സ്വദേശി ഷാൻ സുലൈമാൻ, മൂവാറ്റുപുഴ സ്വദേശിനി ഷൈനി മാത്യു എന്നിവരായിരുന്നു സ്ഥാപന ഉടമകൾ. പണം നൽകിയിട്ടും മറുപടിയില്ലാതായതോടെയാണ് സംശയം തുടങ്ങിയത്. മെഡിക്കൽ ചെക്കപ്പ് എന്ന പേരിൽ മധുരയിൽ കൊണ്ടുപോയതോടെ സംശയം വർദ്ധിച്ചെന്ന് ഉദ്യോഗാർത്ഥികൾ. മെഡിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എടുക്കാൻ നേരത്തെ നമ്മൾ ഈ മധുരയിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ചെറിയ സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് ഈ ഹോട്ടലാണത്. ഹോട്ടലിനകത്തൊരു റൂമിൻ്റെ അകത്ത് നമ്മുടെ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു. ബ്ലഡ് സാമ്പിളും യൂറിനും മാത്രം എടുത്തിട്ട് മെഡിക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി മെഡിക്കൽ എടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് 4000 രൂപയോളം മേടിക്കും. ക്യാഷായിട്ട് മേടിച്ചിട്ട് ഇവർ മെഡിക്കൽ ഫെയിലാക്കും. നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ ഫെയിലായെന്നുള്ളത് അറിയും. നമ്മൾ തിരിച്ചു പോകുന്നുണ്ടാവും.
എന്നിട്ട് ഇവർ പറയും അതിന് പകരം മെഡിക്കലിൻ്റെ പ്രോബ്ലം ഓവർകം ചെയ്യാനായിട്ട് അഡീഷണൽ നമ്മൾ പൈസ എൻ്റെ 2.5 ലക്ഷം രൂപയാണ് അഡീഷണൽ അവർ മേടിച്ചത് ഈ മെഡിക്കൽ ഓവർകം ചെയ്യാനായിട്ട്. അത് അന്ന് തന്നെ എമർജൻസി ആയിട്ട് പൈസ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മുടക്കിയ പൈസയും കൂടെ പോകുമെന്ന് പറഞ്ഞിട്ടാണ് ആ പൈസ നമ്മൾ 3.5 ലക്ഷം രൂപ കൊടുത്തിട്ടേക്കണതിൻ്റെ പേരിൽ നമ്മളത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൈസ ഒപ്പിച്ചു കൊടുക്കാൻ നിർബന്ധിതനാണ് ഈ ഒരു കണ്ടീഷനിൽ. ഇപ്പോൾ അവർ പോലീസിനോടൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫെയിൽ ആയതുകൊണ്ടാണ് ഞാൻ ഇതായതാണ്. അതിൻ്റെ അത് കണ്ടോ, ഞാൻ മെഡിക്കൽ ഫെയിലായെന്ന് പറഞ്ഞാൽ അവരൊരു സർട്ടിഫിക്കറ്റ് തന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഫിസിഷ്യനെ കൊണ്ട്, എറണാകുളം മെഡിക്കൽ ഫിസിഷ്യനെ കൊണ്ട് ഞാൻ രണ്ടാമത് എൻ്റെ മെഡിക്കൽ എടുപ്പിച്ചാണത്. ഇതിലെനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള എൻ്റെ റിപ്പോർട്ടാണ് ഈ കാണുന്നത്. ഇതിനിടെ സമാനമായ മറ്റൊരു കേസിൽ ഷൈനി മാത്യു മൂവാറ്റുപുഴയിൽ അറസ്റ്റിലായി. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ അവർ മുങ്ങി. പരാതികൾ വന്നതോടെ വൈറ്റിലയിലെ സ്ഥാപനവും പൂട്ടി. ഉടമകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മരട് പോലീസ് പറയുന്നത്. പണയം വെച്ചും കടം വാങ്ങിയുമെല്ലാം നൽകിയ പണം എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന ആശങ്കയുമായി പെരുവഴിയിലാണ് ഈ യുവാക്കൾ. ന്യൂസ് 18 കൊച്ചി. വിവിധ സർക്കാർ ജോലികൾ വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി 1 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിൽ. ചെങ്ങന്നൂർ സ്വദേശി സുജിത സുരേഷാണ് അറസ്റ്റിലായത്. സർക്കാരിന്റെ തിരിച്ചറിയൽ കാർഡ് അടക്കം വ്യാജമായി നിർമ്മിച്ചായിരുന്നു തട്ടിപ്പ്. PSC റാങ്ക് പട്ടിക വരെ ഇവർ വ്യാജമായി ഉണ്ടാക്കിയതായി പരാതിക്കാരി ആരോപിക്കുന്നു. മാന്നാർ ബുധനൂർ സ്വദേശിയായ യുവതിക്ക് ആയുർവേദ ആശുപത്രി, കേരള വാട്ടർ അതോറിറ്റി എന്നിവിടങ്ങളിൽ എവിടെയെങ്കിലും ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് കഴിഞ്ഞ വർഷം 4.25 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ചെങ്ങന്നൂർ പോലീസ് സുജിതയെ അറസ്റ്റ് ചെയ്തത്. താനും ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരിയാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. പണം നൽകിയാണ് സ്ഥിര നിയമനമുള്ള ജോലി നേടിയെടുത്തതെന്ന് ID കാർഡ് സഹിതം കാണിച്ച് സുജിത വിശ്വസിപ്പിച്ചു. PSC റാങ്ക് ലിസ്റ്റ് വരെ വ്യാജമായി ഉണ്ടാക്കി കാണിച്ചു കൊടുത്തെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു. 2 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, ഓരോ മാസം കഴിയുമ്പോഴും ഇപ്പം ശരിയാവും എന്ന് പറഞ്ഞ് അവർ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 8 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞ് ഉടനെ റെഡിയാകും, ആദ്യ ഘട്ടം കുറച്ച് ആൾക്കാരുടെ റെഡി ഉണ്ടെന്ന് പറഞ്ഞൊരു PSC റാങ്ക് ലിസ്റ്റ് നമ്മളെ കാണിച്ച് അടുത്ത ലിസ്റ്റ് നമ്മുടെയാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വിശ്വസിച്ച് പിന്നെ നമ്മൾ 1 ഇയർ കൂടി വെയിറ്റ് ചെയ്തു. പിന്നെയും കാര്യങ്ങൾ നമ്മുടെ കൈ വിട്ടു പോവാണ്. നമുക്ക് പൈസയില്ല, ജോലിയില്ല, കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി. അപ്പോഴാണ് ഇവർ കോടിക്കണക്കിന് രൂപ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയേക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞത്. പുലിയൂർ സ്വദേശിയായ മറ്റൊരു യുവതി ഉൾപ്പെടെ നിരവധി പേരെ സമാനമായി വഞ്ചിച്ചതിന് സുജിതക്കെതിരെ ചെങ്ങന്നൂർ, വെൺമണി പോലീസ് സ്റ്റേഷനുകളിൽ നിലവിൽ കേസുണ്ട്. തൊഴിൽ വാഗ്ദാനത്തിന് പുറമെ ചെങ്ങന്നൂരിലെ ശക്തി ബിൽഡേഴ്സ് എന്ന നിർമ്മാണ കമ്പനിയുടെ പാർട്ണറാണ് താനെന്നും കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭം ലഭിക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ കബളിപ്പിച്ചതിന്റെ പേരിൽ മറ്റു 2 കേസുകളിലും പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. സുജിതയുടെ തട്ടിപ്പിനിരയായവർ കോടതിയിൽ കൊടുത്തിട്ടുള്ള നിരവധി ചെക്ക് കേസുകളും ഉണ്ടെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 ആലപ്പുഴ. കാസർഗോഡ് ഉപ്പളയിൽ ATM-ൽ നിറയ്ക്കുന്നതിനായി എത്തിച്ച 1/2 കോടി രൂപ കവർന്ന സംഭവം നാടിനെ നടുക്കിയിരുന്നു. കേസിൽ തമിഴ്നാട്ടിലെ കൊള്ളസംഘ തലവൻ അറസ്റ്റിലായി. ട്രിച്ചി സ്വദേശി തിരുട്ടുഗ്രാമം കാർവർണനെയാണ് മഞ്ചേശ്വരം പോലീസ് പിടികൂടിയത്. മഞ്ചേശ്വരം ഉപ്പളയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ നിന്ന് 1/2 കോടി രൂപ കവർ ചെയ്ത സംഭവത്തിൽ കൊള്ളത്തലവൻ അറസ്റ്റിൽ. തമിഴ്നാട് തൃച്ചി രാംജി നഗർ ഹരിഭാസ്കർ കോളനിയിലെ തിരുട്ടുഗ്രാമം കാർവർണനെയാണ് DYSP CK സുനിൽകുമാർ, മഞ്ചേശ്വരം ഇൻസ്പെക്ടർ E അനൂപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. കവർച്ച ആസൂത്രണം ചെയ്ത സംഘത്തലവനായ കാർവർണനും മറ്റൊരു പ്രതിയും സ്വന്തം ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് തമിഴ്നാട്ടിൽ വേഷം മാറിയെത്തി താമസിച്ച് നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം കാർവർണനെ തിരിച്ചറിഞ്ഞ പോലീസ് സംഘം ചാടി വീണു. പ്രതി പോലീസിനെ തള്ളിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായി കീഴടക്കുകയായിരുന്നു.
2024 മാർച്ച് 27-നാണ് കേസിനാസ്പദമായ സംഭവം. ATM-ൽ പണം നിറയ്ക്കാനെത്തിയ വാഹനത്തിൽ നിന്നാണ് പട്ടാപ്പകൽ പണം കവർന്നത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘം സ്ഥലത്തെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കവർച്ചക്കാരെ തിരിച്ചറിഞ്ഞത്. സംഘാംഗമായ മുത്തർ കുമാറിനെ മഞ്ചേശ്വരം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ സംഘത്തലവനായ കാർവർണനും കൂട്ടുപ്രതിയും വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് കാർവർണനെ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കാസർഗോഡ്. കൊച്ചി സ്വദേശിയിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ 4 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കൊൽക്കത്തയിലെ യുവമോർച്ച നേതാവ് ലിങ്കൺ ബിശ്വാസ് പിടിയിലായിരുന്നു. അതിനു പിന്നാലെ കേസിൽ കൂടുതൽ പേർ കസ്റ്റഡിയിലായി. 4 മലയാളികളും 2 ഉത്തരേന്ത്യൻ സ്വദേശികളുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കേസിൽ ഇവരുടെ പങ്ക് അന്വേഷിച്ച് കേരള പോലീസ് ഉത്തരേന്ത്യയിൽ എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ തട്ടിപ്പിന് പിന്നിലുള്ളവർ മുഴുവൻ കുടുങ്ങുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.